എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ യാത്ര ചോദിക്കാൻ പോയ അലീനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവിടുന്നത് മനു ആണ്. തിരിച്ചു പോരുമ്പോൾ മനുവിന് ചെറിയ പരിഭവം ഉണ്ട് കേട്ടോ. എല്ലാവരോടും യാത്ര ചോദിച്ചു, മനുവിനോട് അങ്ങനെയൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. അതിനൊരു പരിഭവമൊക്കെ മനസ്സിലുണ്ട്. ആ കാര്യം സൂചിപ്പിക്കുമ്പം അലീന പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ മനുവേട്ടനുള്ള സ്ഥാനം ഒരുപാട് ഉയരങ്ങളിലാണ്. മനുവേട്ടൻ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണത്. ഇനി എന്നും എന്നെ സംരക്ഷിക്കാൻ മനുവേട്ടൻ കാണും എന്ന് എനിക്കറിയാം. ഇത്ര വരെ എന്നെ എത്തിച്ചത് മനുവേട്ടനാണ്. അതുകൊണ്ട് തന്നെ എന്നും മനുവേട്ടൻ എൻ്റെ കൂടെ കാണുമെന്നൊരു ഉറപ്പ് എനിക്കുണ്ട് എന്നൊക്കെ പറയുമ്പം അത് എത്ര കാലമാണെന്ന് മനു ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, എൻ്റെ മരണം വരെ, ഇനി അതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെങ്കിൽ അന്നും മനുവേട്ടൻ എൻ്റെ കൂടെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ മനുവിന് ഭയങ്കര സന്തോഷമാണ്. ഏതായാലും മനു അലീനയെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നു. അതിനുശേഷം ഭവതിയോടും രോഹിത്തിനോടും കൃഷ്ണമോളോടും എല്ലാവരോടും യാത്ര ചോദിക്കുന്നുണ്ട്. അവരെല്ലാം അലീന പോകുവാണല്ലോ എന്നുള്ള വിഷമമാണ് അവർക്കെല്ലാവർക്കും. അവരെല്ലാം കൈനിറിയ സമ്മാനങ്ങൾ കൊടുത്താണ് അലീനെ ഇവിടുന്ന് വിടുന്നത്. ബാലേന്ദ്രനാണെങ്കിലും ഇഷ്ടംപോലെ ഡ്രസ്സും സ്വർണവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഭവതിയാണെങ്കിൽ ഭവതിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സൂട്ട് കേസ് നിറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ച് കൊടുത്താണ്, പാക്ക് ചെയ്താണ് അലീനെ ഇവിടുന്ന് യാത്രയാക്കുന്നത്. ഏതായാലും ബാലേന്ദ്രനും അലീനയും കൂടിയാണ് കുളത്തുപുഴയിലേക്ക് ഇവിടുന്ന് പുറപ്പെടുന്നത്. അവർ യാത്ര തിരിച്ചതിന് ശേഷം വഴിയിൽ വെച്ചാണ് ബാലേന്ദ്രൻ പറയുന്നത്, നമ്മൾ ഇപ്പോൾ പോകുന്നത് നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ്, സ്റ്റാൻലി എന്നാണ് അയാളുടെ പേര് എന്നൊക്കെ. ആകെ വിഷമാവുന്നുണ്ട് അലീനയ്ക്ക്. അലീന ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണല്ലോ ബാലേന്ദ്രനിൽ നിന്ന് കേൾക്കുന്നത്. ആ ഒരു നിമിഷം ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്, ഞെട്ടിപ്പോകുന്നുണ്ട്, ആകെ സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. ഏതായാലും അലീനയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ സ്റ്റാൻലിയുടെ വീട്ടിലോട്ട് എത്തുന്നു. സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് ഇവർ എത്തുന്നതിന് മുമ്പേ ആ വീട് മൊത്തത്തിൽ അടിമുടി ഒന്ന് വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി. അതുപോലെ ഇവർ വന്ന ദിവസം ഭക്ഷണം എന്ത് വേണമെന്ന് ചോദിച്ചാലും കൊടുക്കാൻ പാകത്തിന് എല്ലാം റെഡിയാക്കി ഒക്കെ വെച്ചേക്കുമായിരുന്നു. വീട്ടിലെ സെർവൻസിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നു, എല്ലാം വൃത്തിയാക്കുന്നു, എല്ലാം നല്ല പക്ക ആയിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ എത്തുന്നു. അങ്ങനെ പട്ടാള ചിട്ടയിൽ എല്ലാം റെഡിയാക്കി കാത്തിരിക്കുവാണ് സ്റ്റാൻലി. പുറത്തേക്ക് വന്ന് നോക്കുന്നൊക്കെയുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അവർ വരാറായോ വന്നോ എന്നൊക്കെ. അങ്ങനെ നോക്കി ഇരുന്ന് ബാലേന്ദ്രനും സ്റ്റാൻലിയും കൂടെ ആ വീട്ടിലേക്ക് എത്തുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, ഇതാണ് സ്റ്റാൻലിയുടെ വീട് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇതൊരു കൊട്ടാരമാണ് എന്ന് പറയുന്നു. ഏതായാലും ബാലേന്ദ്രനും അലീനയും കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് നിന്ന് കഴിയുമ്പോഴേക്കും അവിടെ ഇഷ്ടം പോലെ പട്ടികളുണ്ടല്ലോ. അലീനയും പട്ടിയും തമ്മിലുള്ള ബന്ധമൊക്കെ അറിയാലോ. ഈ പട്ടികളെല്ലാം ഓടി അലീനയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അലീനയുടെ അടുത്ത് വന്നിട്ട് അലീനയുടെ ചുറ്റുമൊക്കെ നടക്കുന്നു, ഒന്ന് മണത്തൊക്കെ നോക്കുന്നു. ഭയങ്കര സ്നേഹപ്രകടനം. ഇത് കണ്ട് അവിടെയുള്ള ജോലിക്കാർ ഇത് കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കുക. അവർ വർഷങ്ങളായിട്ട് ആ വീട്ടിലുള്ളതാണ്, എന്നിട്ടും അവരോട് ഈ പട്ടി ഇങ്ങനൊരു സ്നേഹം കാണിച്ചിട്ടില്ല കേട്ടോ. ഏതായാലും ആൻ്റപ്പൻ ഇറങ്ങി വന്ന് ഇവരോട് അകത്തോട്ട് ചെല്ലാൻ പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ ഓർക്കുന്നുണ്ട്, സ്റ്റാൻലി എന്താ പുറത്തോട്ട് വരാത്തെ, സ്വന്തം മകളല്ലേ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത്, അന്നേരം ഇറങ്ങി വന്ന് സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ടതല്ലേ എന്നൊക്കെ ബാലേന്ദ്രൻ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്. ഏതായാലും അവരകത്തേക്ക് കയറി ചെല്ലുന്നു. കയറി ചെന്ന് കഴിയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാത്തത് നമ്മുടെ ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ്, കാരണം നമ്മൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ലല്ലോ പരസ്പരം ആദ്യം കാണുമ്പം, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരവും അലീന ഇങ്ങനെ അന്തം വിട്ട് നോക്കി നോക്കുവാണ്. ആദ്യമായിട്ടാണ് മകളെ കാണുന്നത്, എന്നിട്ടും ഈ മനുഷ്യൻ്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ലല്ലോ എന്നൊക്കെയാണ് അലീനയുടെ മനസ്സിൽ. ഇതിനു മുമ്പ് സ്റ്റാൻലി അലീനയെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും അലീനയ്ക്ക് അറിയത്തില്ലല്ലോ. ഏതായാലും ഇത് മനസ്സിലാക്കുന്ന ബാലേന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും സ്റ്റാൻലി ആരാണ് എന്നും ഞാൻ അലീനയോട് പറഞ്ഞിട്ടുണ്ട്, പോരുന്ന വഴിക്കാണ് അവളോട് പറഞ്ഞത്. അതിൻ്റെ ഒരു പരിഭവവും ഒരു ഞെട്ടലും ഒക്കെ അവൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യമാണല്ലോ എന്ന് പറയുന്നു സ്റ്റാൻലി. എന്നിട്ടും വലിയ ഭാവമാറ്റമൊന്നുമില്ല സ്റ്റാൻലിയുടെ മുഖത്ത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുവാണ് അത് കഴിഞ്ഞ് സ്റ്റാൻലി. അന്നേരം ബാലേന്ദ്രൻ പറയും, ഞങ്ങൾ ഊണ് കഴിച്ചിട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ സ്റ്റാൻലിക്ക് ഭയങ്കര വിഷമം, ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു നിർബന്ധം വരുമ്പം ബാലേന്ദ്രൻ പറയും, നിർബന്ധമാണെങ്കിൽ ഞാൻ ചായ കുടിച്ചോളാം, ഞാനൊരു ഹൃദ്രോഗിയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഭക്ഷണത്തിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും സ്റ്റാൻലി ഊണുമേശയുടെ അങ്ങോട്ട് വിളിക്കുന്നു. അവിടെ എല്ലാ വിഭവങ്ങളും ഉണ്ട്. നിർബന്ധിച്ച് സ്റ്റാൻലി ബാലേന്ദ്രനെയും ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട്. ശകലം ഭക്ഷണം ബാലേന്ദ്രനും കഴിക്കുന്നു. ഇനി സ്റ്റാൻലിക്ക് അതിൻ്റെ പേരിലൊരു വിഷമം തോന്നുമൊന്നും വേണ്ടല്ലോ. ഇതിനിടയ്ക്ക് ഈ വേലക്കാരോട് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി സ്റ്റാൻലി പോകുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഇതാണോ എൻ്റെ അച്ഛൻ, എന്നെ കണ്ടിട്ട് യാതൊരു ഭാവമാറ്റവും ഇല്ലല്ലോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സ്റ്റാൻലി ഇതിനു മുമ്പ് നിന്നെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന്. അത് എവിടെ വെച്ച് എന്ന് അലീന ചോദിക്കുന്നതിന് മുമ്പ് സ്റ്റാൻലി തിരിച്ചു വരും. അതുകൊണ്ട് അത്
പൂർണ്ണമാക്കാനും പറ്റിയില്ലായിരുന്നു ബാലേന്ദ്രന്. ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ച് എഴുന്നേറ്റതിന് ശേഷം ബാലേന്ദ്രൻ പോകുവാണ് എന്ന് പറയുമ്പം അലീനയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട് ഇന്നൊരു ദിവസം ഇവിടെ അതിഥിയായി കൂടാമെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും അത് പറ്റില്ല, എൻ്റെ മക്കൾ അവിടെ തനിച്ചാണ്, എനിക്ക് തിരിച്ച് ചെല്ലണം എന്ന് പറയുന്നു. അന്നേരം അലീനയ്ക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെയാണ്, പരിഭവവും ഒക്കെ ഉണ്ട്. അവിടുന്ന് വിട്ടു പോരുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ അലീനയുടെ മനസ്സിലുണ്ട്. അലീന അതിങ്ങനെ മുറുക്കി പിടിച്ചേക്കുവാണ് പൊട്ടി പുറത്തേക്ക് പോരാതിരിക്കാൻ വേണ്ടി. ഏതായാലും അലീനയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന ബാലേന്ദ്രൻ്റെ കൂടെ അലീന വാഹനത്തിൻ്റെ കാറിൻ്റെ അടുത്ത് വരെ ചെല്ലുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട, നിന്നെ ഈ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞാനങ്ങ് പോകുമൊന്നുമല്ല, ഇടയ്ക്ക് നിന്നെ അന്വേഷിക്കും, ഞാൻ ഇവിടെ വന്ന് നിന്നെ കാണും, അതുപോലെ നിനക്ക് സുഖമാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അച്ഛനെങ്ങനെ മോളെ വിട്ടിട്ട് പോകുന്നു അല്ലട്ടോ, എൻ്റെ സ്വന്തം മോളെ മറ്റൊരു വീട്ടിൽ ദത്ത് കൊണ്ട് നിർത്തുന്ന അതേ വേദനയോടെയാണ് അച്ഛൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചേർത്ത് നിർത്തി തലയിലൊന്ന് തലോടി ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് ബാലേന്ദ്രൻ പോകാൻ തുടങ്ങുന്നത്. പോകുന്നതിന് മുമ്പ് വണ്ടിയിൽ നിന്ന് ഡിക്കിൽ നിന്ന് കൊണ്ടുവന്ന ബാഗൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പോട്ടെ മോളെ എന്ന് പറഞ്ഞ ബാലേന്ദ്രൻ യാത്ര പറഞ്ഞ് പോകുമ്പോൾ വിങ്ങി പൊട്ടി നിൽക്കുവാണ് അലീന. അത് കഴിയുമ്പോൾ ബാലേന്ദ്രൻ അങ്ങ് പോയി കഴിയുമ്പം അലീനയ്ക്ക് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടതുപോലെ തോന്നുവാണേ. തിരിച്ച് അങ്ങ് പാലയിലേക്ക് പോകാൻ വരെ തോന്നുന്നുണ്ട്. ആരും പരിചയക്കാരില്ലാത്തവരടുത്ത് കൊണ്ടാക്കിയിട്ട് പോയതുപോലെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അന്നേരം സ്റ്റാൻലി പുറത്ത് നിൽപ്പുണ്ട്. സ്റ്റാൻലി സിറ്റ് ഔട്ടിൽ നിന്നുകൊണ്ട് വേലക്കാരോട് പറയുന്നു ആ ബാഗെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുവരാൻ. അന്നേരം അവരെല്ലാം ഓടി അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകണ്ടേ, പെട്ടെന്ന് എല്ലാം ചെയ്യണമല്ലോ. ഓടി വരുമ്പം അലീന പറയും എൻ്റെ ബാഗിൽ ആരും തൊടണ്ട, ഞാൻ എടുത്തുകൊണ്ട് വന്നോളാമെന്ന്. അന്നേരം അലീന അത് എടുക്കുമ്പം സ്റ്റാൻലിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അലീന ഉള്ളതിൽ ഒരു ബാഗും ചുമന്നുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പം സ്റ്റാൻലി ചോദിക്കും ഇതെന്തിനാണ് എടുത്തേ, അതിനല്ലേ ഞാൻ സെർവൻസിനെ പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പം അതെ എൻ്റെ ബാഗൊക്കെ എടുക്കാൻ എനിക്കറിയാം, ഇത്രയും കാലം ഒരു വീട്ടിൽ വേലക്കാരിയായിട്ട് തന്നെയാണ് ഞാൻ നിന്നത് എന്നങ്ങ് പറയുവാണ്. ഒന്ന് കൊള്ളിച്ച് പറഞ്ഞതാണ് സ്റ്റാൻലിയെ. അത് കഴിയുമ്പോഴത്തേക്കും അലീന ഓർക്കുന്നുണ്ട് ഞാൻ എന്താ ഇങ്ങനെ മാറിപ്പോകുന്നത്, എൻ്റെ സ്വഭാവം ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ അലീന ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന ആ ബാഗുമായിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുവാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പം അവർ ആൻ്റപ്പനും ബൈജുവും കൂടി പുറത്തിരിക്കുന്ന ബാഗ് എടുക്കാൻ തുടങ്ങുക. അന്നേരം അലീന പിന്നെയും പറയുന്നുണ്ട് എൻ്റെ ബാഗ് തൊട്ട് പോകരുത്, അത് ഞാൻ എടുത്തോളാമെന്ന്. അന്നേരം സ്റ്റാൻലി ചോദിക്കും നിങ്ങളെന്താ നോക്കിക്കുന്നത്, അത് എടുക്കുക എന്ന് പറയാം. അന്നേരം അവർ ആകെപ്പാട് കൺഫ്യൂഷനായി എന്ത് ചെയ്യും, സ്റ്റാൻലി പറയുന്നത് കേൾക്കണോ അതോ അലീന പറയുന്നത് കേൾക്കണോ എന്നോർത്ത് ഇങ്ങനെ അവർ കൺഫ്യൂഷനായിട്ട് നിൽക്കുവാണ്. അന്നേരം അലീന പറയും ഇതെവിടെ വെക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതിയെന്ന്. അലീനയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടല്ലോ. അന്നേരം ആൻ്റപ്പനോട് റൂം കാണിച്ചു കൊടുക്കാൻ പറയും. അലീന ആ റൂമിലേക്ക് പോരുന്നതിനിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇനി അവിടെ വെച്ചേക്കുന്ന ബാഗ് വല്ലതും അച്ഛൻ എടുത്തുകൊണ്ട് വരുമോ എന്ന്. അപ്പോൾ സ്റ്റാൻലി അനങ്ങാതെ അവിടെ നോക്കി നിൽക്കുവാണ്. അന്നേരം അലീന ഇങ്ങനെ മനസ്സിലോർക്കുക ഉത്തരവിടാൻ മാത്രമേ ഈ പറഞ്ഞ ആൾക്ക് അറിയാവുള്ളായിരിക്കും, എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തേനെ, എൻ്റെ ബാലേന്ദ്രനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നൊക്കെ അലീന മനസ്സിലോർക്കുന്നുണ്ട്. ഏതായാലും റൂമിൽ കൊണ്ടേ ബാഗ് വെക്കുന്നു. അന്നേരം ഭയങ്കരമായ വലിയൊരു റൂമാണ്, എല്ലാ സൗകര്യങ്ങളുള്ള ഒരു റൂമൊക്കെയാണ് അലീനയ്ക്ക് വേണ്ടി ഒരുക്കിയേക്കുന്നത്. അങ്ങോട്ടേക്ക് സ്റ്റാൻലി അപ്പോൾ വരും. എന്നിട്ട് എങ്ങനെയുണ്ട് ബാഗ് റൂം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് ഇത്രയും വലിയ റൂമൊന്നും വേണ്ടായിരുന്നു, ഒരു ചെറിയ റൂം മതിയായിരുന്നു എന്ന് പറയുമ്പം സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും ചെറിയ റൂം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആൻ്റപ്പനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ കുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്തേക്കണമെന്ന്. അന്നേരം അലീന മനസ്സിലോർക്കുന്നുണ്ട് ഓഹോ അതും ഉത്തരവിട്ടേക്കുവാണ്, എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ ഇപ്പോൾ പറഞ്ഞേനെ മോൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഈ അച്ഛൻ സാധിച്ചു തരാം എന്ന് പറഞ്ഞേനെ. ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ, ഇങ്ങനെ ഓർഡർ ഇടാനേ മാത്രമല്ലേ അറിയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് അലീനയ്ക്ക്. ശരിക്കും അലീന ബാലേന്ദ്രൻ്റെ അടുത്തുനിന്ന് വിട്ടുപോകുന്നതിൻ്റെ സഹോദരങ്ങളുടെ അടുത്തുനിന്ന് വിട്ടുപോകുന്നതിൻ്റെ വിഷമമുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ഈ പട്ടാളച്ചിട്ട കാണുന്നതിൻ്റെ ഒരു പരിഭവവും ഒക്കെ അലീനയ്ക്കുണ്ട്.